നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എക്കണോമിക്സിൻ്റെ സെറ്റ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂണിറ്റ് 3 എന്ന് പറയുന്ന അല്ലെങ്കിൽ എക്കണോമിക് അനാലിസിസ് എന്ന് പറഞ്ഞ യൂണിറ്റ് 3 വരുന്ന പോർഷൻസാണ്. അതിലെ ഫസ്റ്റ് വണ്ണാണ് measures of central tendency. A measure of central tendency is a single figure or a single score in a distribution. അപ്പം കുറേ സെറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് തന്നേക്കുക, കുറേ വാല്യൂസ് തന്നേക്കുക. അപ്പം ആ വാല്യൂസിനെ എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫിഗർ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് അവയിലെല്ലാത്തിൻ്റെയും കൂടെ ഒരു തന്നിരിക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷനെ മൊത്തത്തെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സിംഗിൾ വാല്യൂവിനെ എടുത്ത് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് 10നും 30നും ഇടയിലാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു ശരാശരി 25 മാർക്ക് കിട്ടി. അതാണ് ആ ക്ലാസ്സിൻ്റെ ശരാശരി. എങ്ങനെയുണ്ട് ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ പഠിക്കുന്ന കുട്ടികളാണെന്നൊക്കെ നമുക്ക് ഒരു സിംഗിൾ ഫിഗറിൽ ഇങ്ങനെ സീരീസിനെ സെറ്റോ വാല്യൂസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിനെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെയിനായിട്ട് 5 ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഇതാണ് 5 സെൻട്രൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. ഇനി അതിലെ തന്നെ ഫസ്റ്റ് വണ്ണാണ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഇസ് ദ സം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഒരു സീരീസ് കുറേ നമ്പേഴ്സ് ഇങ്ങനെ തന്നേക്കുവാണ്, എന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോർമുല ഇത്രയേ ഉള്ളൂ: സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 5, 8, 10, 15, 24, 28. അപ്പം ഇവിടെ നോക്കുക, ഇതിൻ്റെ ആവറേജ് മീൻ അല്ലെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക, അതാണ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ എത്ര എണ്ണം തന്നേക്കുന്നത്? 5, 8, 10, 15, 24, 28. അപ്പം മൊത്തം 6 എണ്ണമാണുള്ളത്. അപ്പം ടോട്ടല് സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 90 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 15. അപ്പം ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫിഗറായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് 15. ഇങ്ങനെയാണ് നമ്മൾ ചുമ്മാ കുറേ ഡേറ്റാസ് തന്നേക്കുവാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീന് ഡിസ്ക്രീറ്റ് സീരീസിലാണ് തന്നേക്കുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്രീക്വൻസിയും കൂടെ എക്സ് വാല്യൂസിനൊപ്പം ഫ്രീക്വൻസിയും തന്നേക്കുവാണ്. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ നമ്പർ ഓഫ് ഐറ്റംസ് റിപ്പീറ്റഡ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു പരീക്ഷ നടത്തി, അപ്പോൾ 10ൽ കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടി, 10ൽ 10ഉം കിട്ടി. അപ്പം 5 കുട്ടികൾക്ക് 10ൽ 10 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും 10 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 5. 5നെ നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുക. നമ്പർ ഓഫ് ഐറ്റംസ് റിപ്പീറ്റഡ് അല്ലെങ്കിൽ ഷോൺ ഇൻ എ സീരീസ്, അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം ഡിസ്ക്രീറ്റ് സീരീസിൽ ഇത് തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ ഫോർ ദ ഫോളോയിങ് ടേബിൾ. എന്നിട്ട് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എഫ് എക്സും തമ്മിൽ ഇൻറ്റു ചെയ്യും. ഇപ്പോൾ 30 × 2 26, 40 × 3 42. അങ്ങനെ എല്ലാ എക്സ് വാല്യൂ എഫ് വാല്യൂയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എക്സ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കുക. അതാണ് സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്മ എന്ന് പറയുമ്പോൾ ടോട്ടൽ സം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസിയുടെ സമ്മാണ്. ചുമ്മാ ഡേറ്റ തരുവാണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ ആ എണ്ണമാണ് എഴുതുക. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിലാകുമ്പോൾ ഫ്രീക്വൻസിയുടെ മൊത്തം സമ്മാണ് കൂട്ടി എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 50. സിഗ്മ എഫ് എക്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1161. അപ്പോൾ 1161 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 23.22. അതാണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ടേബിളിൻ്റെ അരിത്തമെറ്റിക് മീൻ. ഇനി ഡേറ്റാസിനെ കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് തന്നേക്കുവാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ബേസിൽ തന്നേക്കുക. 0 to 10, 10 to 20, അല്ലെ 10 to 30, 30 to 60, 60 to 100. അങ്ങനെ തന്നേക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡേറ്റ കാണുമെന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെലിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെയാണ് മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ്സിന് 2 ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 0 to 10, 10 to 30. അപ്പം മിഡ് വാല്യൂ എങ്ങനെ? ഇതിൻ്റെ ഒത്ത നടുക്ക് വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം.
അപ്പം മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ 10 + 0 10 തന്നെ, ബൈ 2 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ 5 ആണ് ആദ്യത്തെ ഫ്രീക്വൻസിയുടെ മിഡ് എക്സ് അല്ലെങ്കിൽ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൻ്റെ നോക്കിക്കേ, അപ്പർ ലിമിറ്റ് 30 ലോവർ ലിമിറ്റ് 10 ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ എങ്ങനെയാണെന്ന്, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ്. അപ്പോൾ 30 + 10 40, 40/2 എന്ന് പറയുന്നത് എത്രയാണ്, 20. അപ്പോൾ 20 ആണ്. അങ്ങനെ നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. പിന്നെ ആ മിഡ് വാല്യൂവിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സം എടുക്കുന്നു. അപ്പോൾ ആ സം നമുക്ക് കിട്ടുന്നു 7790 ഡിവൈഡഡ് ബൈ സിഗ്മ fx by capital N. Capital N denotes the sum of frequency or total of the frequency, that is 122. അപ്പം 7790 ഡിവൈഡഡ് ബൈ 122. അപ്പം നമുക്ക് കിട്ടും 63.85. അപ്പം അതാണ് ഈ തന്നിരിക്കുന്ന ക്ലാസ്സസിന് വെച്ചുള്ള ഡേറ്റയുടെ ആവറേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ചിലപ്പം ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ചില വാല്യൂസ്. ഇപ്പം നമ്മൾ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫുഡിനായിരിക്കും കൂടുതൽ പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലോത്തിങ്ങിനായിരിക്കും, അങ്ങനെ പലതിനും കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. അപ്പം അങ്ങനെ വെയിറ്റ് ഇട്ട് അരിത്തമെറ്റിക് മീൻ കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. Thus, a weighted average can be defined as an average which is calculated after giving appropriate weight to each individual item on the basis of its relevant relative importance. അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും ഇമ്പോർട്ടൻസിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുന്നതിനാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാം എടുക്കുക, എൻട്രൻസ് എക്സാമിൽ എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിൽ അവിടെ കൂടുതൽ വെയിറ്റ് കൊടുക്കുന്ന ഏതൊക്കെ സബ്ജക്റ്റിനായിരിക്കും, ഫിസിക്സ് മാത്സ് ആയിരിക്കും. അതേസമയം മെഡിക്കലിൻ്റെ ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ബയോളജിക്കായിരിക്കും, മാർക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക ഇവിടെ, illustration 13, compare the weighted arithmetic mean for the following data. എന്നിട്ട് ഐറ്റംസ് വന്നേക്കുക, ഫുഡ്, ക്ലോത്തിങ്, റെൻറ്റ്, ഫ്യൂവൽ, എഡ്യൂക്കേഷൻ, മിസ്ലേനിയസ്. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഈ കറസ്പോണ്ടിങ് വാല്യൂവിനെ അതിൻ്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച അതേ ഫോർമുല തന്നെ, അവിടെ സിഗ്മ fx ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ വെയിറ്റ് വരുമ്പോൾ സിഗ്മ wx ബൈ സിഗ്മ w. അപ്പോൾ ഇവിടെ വെയിറ്റിൻ്റെ എല്ലാം കൂടെ സമ്മ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ, എന്നിട്ട് ആ കിട്ടിയ wxൻ്റെ എല്ലാം കൂടെ സിഗ്മ എന്ന് പറയുന്നത് 1436. ഇനി അതിനെ ടോട്ടൽ വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യും. വെയിറ്റ് എന്ന് പറയുന്നത് 13. സോ 1436 ഡിവൈഡഡ് ബൈ 13 = 110. ഇതാണ് നമ്മുടെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. ഇനി നമ്മൾ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ. ഇപ്പം ഒന്നിൽ കൂടുതൽ സീരീസിൻ്റെ സാമ്പിൾസിൻ്റെ എണ്ണവും അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എക്സ് വാല്യൂസ് എല്ലാം കൂടെ അരിത്തമെറ്റിക് മീൻ വാല്യൂയും കൂടെ തന്നേക്കുവാണ്. എന്നിട്ട് ഈ രണ്ട് സാമ്പിൾസിൻ്റെയും കൂടെ കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ കാണുക എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് x⁻12. 12 എന്ന് പറഞ്ഞാൽ സാമ്പിൾ 1ൻ്റെയും 2ൻ്റെയും കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാണും. അതെങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ, N1 എന്ന് പറഞ്ഞാൽ സാമ്പിൾ 1ൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻറ്റു x1 ബാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ ടോട്ടൽ ആവറേജ്, പ്ലസ് N2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാമ്പിളിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ്, ഇൻറ്റു x⁻2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാമ്പിളിൻ്റെ മൊത്തം അരിത്തമെറ്റിക് മീന്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ രണ്ട് വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ N1 + N2. N1 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ സാമ്പിൾ 1ഉം N2 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ സാമ്പിൾ 2. ഇനി 3 ഐറ്റം ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ കാണും, x⁻1 2 3 എന്ന് പറഞ്ഞിട്ട് N1 x1 ബാർ പ്ലസ് N2 x2 ബാർ പ്ലസ് N3 x3 ബാർ ഡിവൈഡഡ് ബൈ N1 + N2 + N3. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ തന്നേക്ക്, 2 സാമ്പിൾസ് വിത്ത് സൈസസ് 40 and 60. അപ്പം N1 എന്ന് പറയുന്ന 40, N2 എന്ന് പറയുന്നത് 60. ഇനി ഇത് അരിത്തമെറ്റിക് മീൻ ഈസ് 12.5 and 13.3. അപ്പം ഫസ്റ്റ് മീനിനെ നമ്മൾ x1 ബാർ എന്ന് എടുക്കും, അപ്പോൾ അത് 12.5, x2 ബാർ എന്ന് പറയുന്നത് 13.3. ഇനി നമ്മൾ നേരെ ഇക്വേഷൻ എഴുതുന്നു, x⁻12 = N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ഡിവൈഡഡ് ബൈ N1 + N2. ഇനി ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ഇതാണ് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ. ഇനി ഒരു പ്രോപ്പർട്ടി ഉണ്ട്,
ആ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഇതാണ് ദ അൽജിബ്രയ്ക്ക് സം ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ദ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദ അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് സീറോ. ഏതൊരു തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്നും അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എല്ലാം കൂടെ കുറച്ചിട്ട് ആ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കാം. അപ്പം കുറേ വാല്യൂസ് പോസിറ്റീവും കിട്ടും, കുറേ വാല്യൂസ് നെഗറ്റീവും കിട്ടും. എന്നിട്ട് ആ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ സീറോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓരോ വാല്യൂവിൽ നിന്നും അതിൻ്റെ അരിത്തമെറ്റിക് മീൻ നമ്മൾ കണക്ക് കൂട്ടിയ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് ആ കുറച്ച് കിട്ടിയ എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പം സീറോ ആയിരിക്കും. ഇത് നെറ്റ് എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ സം ഓഫ് ഒബ്സർവേഷൻസ് the sum of deviations of the given set of observation from their arithmetic mean is always 0. ചിലപ്പോൾ അത് ഇക്വേഷൻ ആയിട്ടും ചോദിക്കും. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ഡാഷ് 0 1 -1 അൺഡിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാം.